പരസ്യത്തിൽ മനം മയങ്ങി നമ്മൾ ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സമയവും ധനവും നഷ്ടമാകുക എന്നതായിരിക്കും. ആദ്യം മുതൽ, അതായത് +2 ബ്രാഞ്ചുകൾ തിരഞ്ഞെടുക്കുന്നത് മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി. ഇപ്പോൾ ഓരോ മനുഷ്യരും വ്യത്യസ്ത അഭിരുചികളുള്ള ആളുകളാണ്. അതിനകത്ത് തന്നെ നമ്മുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഹൊവാർഡ് ഗാർഡിനറുടെ വളരെ പ്രശസ്തമായ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഒരു 9 തരം സ്കിൽസാണ് നമുക്കുള്ളത്. അതിൽ പ്രധാനപ്പെട്ടതാണ് മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഇൻ്റലിജൻസ്. അതായത് ഇപ്പോൾ എൻജിനീയറിംഗ്, റിസർച്ച് അതേപോലുള്ള മേഖലയിലേക്ക് അത്യാവശ്യമായി വരുന്ന ഒരു സംഗതിയാണ്. മറ്റൊന്ന് ബോൾഡ്ലി ആൻഡ് കിനസ്തറ്റിക്കൽ ഇൻ്റലിജൻസ് ആണ്. അതിൽ വരുന്നത് ഇപ്പോൾ കായികക്ഷമത ആവശ്യമായി വരുന്ന യൂണിഫോംഡ് കരിയർ അല്ലെങ്കിൽ യൂണിഫോംഡ് പ്രൊഫഷൻ, ഇതിലേക്ക് പോകാൻ നമുക്ക് നമ്മളുടെ ബോൾഡ്ലി ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ അത്യാവശ്യമായി വരുന്നതുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക്കൽ ഇൻ്റലിജൻസ്. ഇപ്പോൾ അഭിഭാഷക ജോലി അല്ലെങ്കിൽ അതുപോലെ അധ്യാപക ജോലി, ഇത്തരം ജോലികൾക്ക് വേണ്ടതാണ് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. അങ്ങനെ ഓരോരുത്തരുടെയും ജന്മസിദ്ധമായി ലഭിക്കുന്ന ചില ശേഷികളെ ആസ്പദമാക്കിയുമാണ് നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്. അതല്ലാതെ കൂട്ടുകാർ പറഞ്ഞതോ അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞതോ അതല്ലെങ്കിൽ അധ്യാപകർ പറഞ്ഞതോ ആയ കോഴ്സുകളല്ല തിരഞ്ഞെടുക്കേണ്ടത്. ആത്യന്തികമായി ഒരു വിദ്യാർത്ഥിയും അവൻ്റെ രക്ഷകർത്താവും മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരുടെയും സ്ട്രെങ്ത്ത്, അതായത് അവൻ്റെ കഴിവുകൾ എന്താണ് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അവന് എത്തിച്ചേരാൻ പറ്റാത്ത, അപ്പോൾ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്നൊക്കെയുള്ള രീതിയാണ്. ഒരിക്കലും കുട്ടികൾക്ക് കോഴ്സ് തിരഞ്ഞെടുത്തുകൊണ്ട് സോഷ്യൽ സ്റ്റാറ്റസ് നിലനിർത്താൻ ശ്രമിക്കരുത്. ഇപ്പോൾ എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടിയില്ല എന്നുള്ളത് ഒരു വലിയ മോശമായി കണക്കാക്കേണ്ടതില്ല. അതല്ലെങ്കിൽ മക്കൾക്ക് A+ കിട്ടിയില്ല എന്നതും ഒരു മോശമായി കണക്കാക്കേണ്ടതില്ല. ഇന്ന് കേരളത്തിലെ സിവിൽ സർവീസിൽ ജോലി ചെയ്യുന്ന പല സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും അവരുടെ വിദ്യാഭ്യാസ കാലത്ത്, സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് അത്രയും മിടുക്കരായ ആളുകളൊന്നും ആയിരുന്നില്ല. കോളേജിൽ പോലും പഠിക്കാതെ ഓപ്പൺ സ്ട്രീമിൽ പഠിച്ച് സിവിൽ സർവീസ് നേടിയ ആളുകൾ ഇന്ന് കേരള സിവിൽ സർവീസിലുണ്ട്. അപ്പോൾ ആത്യന്തികമായി നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കഴിവിനും അഭിരുചിക്കും ഇണങ്ങിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. ഇനി ഇപ്പോൾ എല്ലാ ആളുകളും വലിയ ഭാരിച്ച പണച്ചെലവുള്ള ഒന്നാണ് വിദ്യാഭ്യാസം എന്നാണ് കരുതിയിരിക്കുന്നത്. ശരിയാണ്, അതിൽ കുറേ ശരികളുണ്ട്. എന്നാൽ നമ്മളുടെ മെറിറ്റിനെ അടിസ്ഥാനമാക്കി, നമ്മളുടെ കഴിവുകളെ അടിസ്ഥാനമാക്കി കുറഞ്ഞ ചിലവിൽ പഠിക്കാനുള്ള സാധ്യതകളും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും വിദേശത്തേക്ക് പോകുന്നതിനെക്കുറിച്ചും വിദേശത്ത് പോയി പഠിക്കുന്നതിനെക്കുറിച്ചും ഉറക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. സംഗതി ശരിയാണ്. വിദേശത്ത് പോകുന്നതും പഠിക്കുന്നതും നമ്മളുടെ സെൽഫ് സഫിഷ്യൻസി ഉള്ളവരാക്കും, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉണ്ടാക്കും, എല്ലാം ശരി തന്നെയാണ്. എന്നാൽ ഭീമമായ തുക നൽകി നമ്മൾ വിദേശത്തേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ ചേരുന്ന കോളേജുകൾ നിലവാരമുള്ളതാണോ എന്നൊന്നും നോക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. എന്നാൽ +2 ലെവൽ മുതൽ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ്, അതായത് പൂർണ്ണമായും വിദേശ സർവകലാശാലകൾ നമ്മളെ സ്പോൺസർ ചെയ്യുന്ന കോഴ്സുകൾ നിലവിലുണ്ട്. അത്തരം ഒരുപാട് അനുഭവങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ കേവലം അത് പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടുക എന്നതിനപ്പുറം ആ വിഷയത്തിൽ നമ്മൾ മാസ്റ്ററായി മാറുക എന്നതായിരിക്കണം. ഇപ്പോൾ വിദേശത്തേക്ക് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് അപേക്ഷിക്കുന്നതിന് ഒരുപാട് ഇതുണ്ട്. SOP, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, LOR, ലെറ്റർ ഓഫ് റെഫറൻസ് തുടങ്ങിയ കാര്യങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന +2 ആണെങ്കിൽ, അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ആണെങ്കിൽ അത് വളരെ ഗൗരവമായി കാണുക എന്നതാണ് ചെയ്യാൻ കഴിയുന്ന കാര്യം. അതല്ലാതെ ഒരു നേരമ്പോക്കിന് വേണ്ടി പഠിക്കുകയും എന്നിട്ട് വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് എത്രമാത്രം വിജയകരമാകും എന്നത് സംശയകരമാണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് അതിൻ്റെ അഡ്വാൻസ്ഡ് ആയ വിവരങ്ങൾ നമുക്കുണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. പിന്നീട് ബന്ധപ്പെട്ട സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഓൺലൈനിലൂടെ അവരുമായി ചാറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ താല്പര്യങ്ങളും നമ്മുടെ ഇൻട്രസ്റ്റും നമ്മുടെ അഭിരുചികളും അവരെ ബോധ്യപ്പെടുത്തുകയും നമ്മൾ പഠിച്ച വിഷയത്തെ സംബന്ധിച്ച് ഉപരിപഠനം വിദേശത്ത് ആക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിനെ സംബന്ധിച്ചും അവരെ അറിയിക്കുക. ആ വിഷയത്തിലുള്ള നമ്മളുടെ താല്പര്യവും മറ്റും അവരെ അറിയിക്കുക. അങ്ങനെ ആണെങ്കിൽ തീർച്ചയായും നമുക്ക് വിദേശത്ത് നിന്ന് സ്കോളർഷിപ്പ് ലഭിക്കാനോ, അതായത് കോടിക്കണക്കിന് രൂപ. ഈ അടുത്ത ദിവസം നമ്മൾ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്ത 2 കുട്ടികൾ 2.86 കോടി രൂപയുടെ അമേരിക്കൻ സ്കോളർഷിപ്പ് നേടിയ കുട്ടികളായിരുന്നു.
അതുപോലെ തന്നെ ബ്രിട്ടനിലെ ഫെലിക്സ് സ്കോളർഷിപ്പ് 1 കോടി രൂപ കിട്ടിയ ഒരു കുട്ടിയും പങ്കെടുത്തിരുന്നു. +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഹയർ സ്റ്റഡീസിന് വേണ്ടി വിദേശത്ത് സ്വന്തം കഴിവും മാത്രം കൈമുതലാക്കി വിദേശത്ത് സ്കോളർഷിപ്പ് നേടിയ ആളുകളാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്നത് ഇന്ന് ആഗോളതലത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്.